പ്രജിത, ഈ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു കഷ്ടിച്ചൊരു 2-3 മാസങ്ങൾ മുമ്പ് വരെ നമ്മൾ കരുതിയിരുന്നത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി അല്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നത് അമേരിക്കയാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം. ഏതാനും ചില ആജ്ഞാനുവർത്തികൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രയേൽ പോലെ അല്ലെങ്കിൽ ഫ്രാൻസ്, ജർമ്മനി ഇവരൊക്കെ ഒരു പക്ഷേ ജർമ്മനി വിട്ടുപോയി. ജർമ്മനി ഇപ്പോൾ മറ്റേ ഇസ്രയേലിനെതിരെ നിലപാടെടുത്തതോടുകൂടി ട്രംപിൻ്റെ ഹിറ്റ് ലിസ്റ്റുള്ള രാജ്യമാണ്. അപ്പോൾ ഇങ്ങനെ 1-2 രാജ്യങ്ങൾ ട്രംപിനെ സൂചിപ്പിച്ച് ഇപ്പോഴും നിൽപ്പുണ്ട് എന്നതൊഴിച്ചാൽ ആ ഒരു അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളുടെ മേലുള്ള ഗ്രിപ്പ് അങ്ങ് പോയി. ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് വലിയൊരു കൂട്ടായ്മയിലേക്ക് വരുന്നു. റഷ്യ, ചൈന, ഇന്ത്യ, RIC സഖ്യം, അതിൻ്റെ കീഴിൽ ഒരുപാട് രാഷ്ട്രങ്ങൾ, തുർക്കി പോലും അതുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. അപ്പോൾ നമ്മുടെ ഈ ലോകം എന്ന് പറയുന്ന സങ്കല്പം തന്നെ കീഴ്മേൽ മറിയുകയാണ്. ലോകക്രമം അല്ലേ, ആ ഓർഡർ മാറുകയാണ് അല്ലേ? അതെ, അതായത് ഒരാളിൽ നിന്ന് പല ധ്രുവങ്ങളിലേക്കായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ RIC വരും എന്നുള്ളത് കുറച്ച് നാളുകളായിട്ട് എല്ലാവരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഉത്തര കൊറിയ, ഈ ചൈനയുടെ വിജയദിന പരേഡിലൊക്കെ നമ്മൾ ആ കൂട്ടുകെട്ടൊക്കെ കണ്ടതാണ്. ഷെഹബാസ് ഷെരീഫിനെ പോലും മൈൻഡ് ചെയ്യാണ്ട് നടന്നു പോകുന്ന മോദിയും പുടിനും ഒക്കെ, ഷീ ജിൻപിങ്ങും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് മനഃപൂർവ്വം തന്നെ നടന്നു പോയതായിരിക്കാനാണ് അത് പ്രജിത പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം ഇത് ട്രംപ് അവിടെ കാണണം. ഇതിൻ്റെ ചാനൽ ദൃശ്യങ്ങളൊക്കെ അവിടെ വരുമല്ലോ. ട്രംപ്, നമ്മൾ വാക്കാലൊന്നും പറയുന്നില്ല ട്രംപിനോട്, കാണിച്ചു കൊടുക്കുക ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോടെ നടക്കുന്നുണ്ട്, നീ കരുതിയിരുന്നോ എന്നുള്ളത് അതിനുവേണ്ടി ബോധപൂർവം ചെയ്തതാണ്. അപ്പോൾ ഇപ്പൊ ട്രംപിനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അസിം മുനീർ. മാസത്തിൽ 2 തവണയെങ്കിലും കാണണം, കാണാതിരുന്നിട്ടില്ലെങ്കിൽ വിഷമമാകും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറയുന്ന 1-2 പേരുടെ ഒരു വിചിന്തനം, അവര് പറയുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സൈക്കിളാണ് എന്നുള്ളത് മനസ്സിലാവും. അതായത് എന്താ പറയുക, ബഹുധ്രുവത്വത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് പിന്നീട് വീണ്ടും ഇതിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ ഹെൻറി കിസിഞ്ചർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മുൻ വിദേശകാര്യ സെക്രട്ടറി ഉണ്ടായിരുന്നു. മൂപ്പര് തൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത്, വേൾഡ് ഓർഡർ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, ലോകം ഒരു ഏകധ്രുവ ശക്തിയുടെ കീഴിൽ സമാധാനം നിലനിർത്തില്ല എന്നുള്ളതാണ്. മറിച്ച് പല ശക്തി കേന്ദ്രങ്ങൾ പരസ്പരം സന്തുലിതാവസ്ഥയിൽ വരും. അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വരുമെന്ന് അദ്ദേഹം നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തി, അത് സാമ്പത്തിക വിദഗ്ധനും നിക്ഷേപകനുമൊക്കെ ആയിട്ടുള്ള ഡാലിയോ, അദ്ദേഹം പ്രിൻസിപ്പിൾസ് ഫോർ ഡീലിംഗ് വിത്ത് ദ ചേഞ്ച് വേൾഡ് ഓർഡർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം, ആ പുസ്തകത്തിലും ഇതേ കാര്യം മറ്റൊരു രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് രാജ്യങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ ഉയർച്ചയും തകർച്ചയും ചരിത്രപരമായിട്ടുള്ള ഒരു ചക്രമാണ് എന്നാണ് വാദിച്ചിട്ടുള്ളത്. ഒരു ശക്തിയുടെ ആധിപത്യം ക്രമേണ കുറയുകയും പുതിയൊരു ശക്തി ഉയർന്നു വരികയും ചെയ്യുമെന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്നു, അമേരിക്കയുടെ സുവർണകാലം അവസാനിക്കും, ചൈനയുടെ ഉയർച്ച അതിവേഗം സംഭവിക്കുകയും ചെയ്യുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമായിട്ട് അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ തകർച്ച പൂർണ്ണമാകുന്നത് ഈ ഡോളറിൻ്റെ ആധിപത്യം ഇല്ലാണ്ടാകുമ്പോഴാണ്. കാര്യം പണ്ട് കാലത്ത് നമ്മൾ ഈ ഓൺലൈൻ ട്രാൻസ്ഫർ ഒന്നുമില്ല, ഡിജിറ്റൽ കറൻസി ഇല്ല. ആ സമയത്ത് രാജ്യങ്ങൾ തമ്മിൽ വിനിമയം നടത്തണമെങ്കിൽ പൊതു സ്വീകാര്യമായ ഒരു കറൻസി വേണ്ടിയിരുന്നു. അങ്ങനെ ഡോളർ പ്രസക്തമായപ്പോൾ അമേരിക്ക അതിൻ്റെ പേരിലാണ് ഈ പിടിമുറുക്കം മൊത്തം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ യൂറോ വന്നിട്ടുണ്ട്, റഷ്യ ഇന്ത്യയുമായിട്ട് ഇന്ത്യൻ കറൻസിയിൽ ഡീൽ ചെയ്യുന്നു, ചൈന അവരുടെ കറൻസിയിൽ ഡീൽ ചെയ്യുന്നു. അപ്പോൾ ഡോളറിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ അതോടുകൂടിയാണ് ഈ അമേരിക്കയെ ഇനി വലിയ മൈൻഡ് ചെയ്യേണ്ടതില്ല. കാര്യം ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം. ഇന്ത്യ, നമ്മുടെ റിസർവ് ബാങ്ക്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കറൻസി ഉണ്ടല്ലോ, അപ്പോൾ അത് അച്ചടിച്ചിറക്കുന്നതിന് ബദലായി അല്ലെങ്കിൽ പകരമായി തത്തുല്യമായ ഫോറിൻ കറൻസിയോ സ്വർണമോ നമ്മുടെ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് പൊതു സ്വീകാര്യമായ ഒരു ചട്ടം. പക്ഷേ അതൊരു കുറച്ച് സൂക്ഷിക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് ആവശ്യത്ര സർക്കാർ ആഗ്രഹിക്കുന്നത്ര നോട്ട് അടിച്ചിറക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ പല രാജ്യങ്ങളും അവരുടെ കറൻസിക്ക് ബദലായി പകരമായി സൂക്ഷിക്കുന്ന ഒരവസ്ഥയിൽ പോലും ഡോളർ ഉള്ളത് കൊണ്ടാണ് ഈ അമേരിക്ക ഇത്ര വലിയ മെയിൻ കളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ പോലും അങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ വിദേശ കറൻസി, നമ്മുടെ റിസർവിനെ കുറിച്ച് നമ്മൾ വ്യാകുലരാകുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു.
പണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ചാഞ്ചാട്ടം ഡോളറിലോ ഇന്ത്യൻ രൂപയിലോ ഉണ്ടായ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ ഷെയർ മാർക്കറ്റിലും അതേപോലെ നമ്മുടെ നമ്മുടെ പൊളിറ്റിക്സിനെ പോലും അത് വല്ലാണ്ട് ബാധിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം ഉണ്ടായി. അപ്പം നമ്മൾ കരുതുന്നത് അമേരിക്കയെ പോലൊരു രാജ്യത്തെ പിണക്കിയപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കറൻസി തകർന്നടിയാൻ പോകണം. ചെറിയൊരു പ്രശ്നമേ ഉണ്ടായുള്ളൂ. ഏതാണ്ട് 88.3 മറ്റോ നിന്ന 87.3 മറ്റോ നിന്ന ഇന്ത്യൻ രൂപയുടെ മൂല്യം 88 കവിഞ്ഞു. പക്ഷെ നമ്മൾ പഴയ അമേരിക്കയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇത്ര വലിയൊരു പ്രശ്നത്തിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഇന്ത്യൻ കറൻസി തകർന്നടി നാമാവശേഷമാകേണ്ട. പക്ഷെ എന്നിട്ട് നമ്മൾ പിടിച്ചു നിന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോളറിന് ഇപ്പോൾ പഴയ മസിൽ പവറൊന്നും ഇല്ല. അതെ, ആ പഴയ പ്രതാപമൊക്കെ അങ്ങ് പോയി എന്നുള്ളത് തന്നെ. ഇപ്പോൾ ഈ ബ്രിക്സിൽ പുതിയ കറൻസി വരുമെന്നൊക്കെ തന്നെയായിരുന്നല്ലോ ട്രംപിന്റെ നെഞ്ചിടിപ്പ് മുഴുവനും, ആ ഒരു ആശങ്ക മുഴുവനും അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബ്രിക്സിന് അദ്ദേഹം നഖശികാന്ത ബ്രിക്സിന്. അത് മാത്രമല്ല, അമേരിക്കൻ ഡോളറിനെതിരെ അവർ നീങ്ങുന്നു. അക്കാരണം കൊണ്ടൊരു 10% നികുതി ബ്രിക്സ് രാജ്യങ്ങൾക്കൊരു 10%. ബ്രസീലിന് 50% കൊടുത്തു. അതിന്റെ കഥ അറിയാവോ? അതെ, അല്ല അപ്പൊ ബ്രസീൽ പറഞ്ഞല്ലോ, മൂപ്പര് പറഞ്ഞു ആകെ 3% കയറ്റുമതി അങ്ങോട്ടേക്കേ ഉള്ളൂ, അത് ഞാൻ വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ട് കഴിച്ചിലാക്കിക്കോളാം, ഇതെനിക്ക് വേണ്ട എന്ന് കൃത്യമായിട്ട് ലുല പറയേണ്ടി വന്ന ഒരു അവസ്ഥ. അല്ല, ബ്രസീലിനെതിരെ 50% നികുതി ചുമത്തിയതിന്റെ കഥ വളരെ രസകരമാണ്. അവിടെ ഒരു മുൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ജയർ ബോൾസനാരോ എന്ന് പറയുന്ന ഒരാളാണ്. തീവ്ര വലതുപക്ഷക്കാരനാണ്, ട്രംപിൻ്റെ അതേ രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരാൾ. അതുമാത്രമല്ല, ഇവർക്ക് രണ്ടുപേർക്കും ചില കുൽസിത പ്രവൃത്തികൾ വലിയ താല്പര്യമുള്ളവരാണ്. ഈ ട്രംപും ഈ ജയർ ബോൾസനാരോ രണ്ടുപേരും അതിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ചങ്ങാതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയി. അന്നത്തെ പ്രതിപക്ഷം അധികാരത്തിൽ വന്നു. അപ്പോൾ ഈ ജയർ ബോൾസനാരോ എന്ത് ചെയ്തു? അയാളുടെ അണികളെ ഇളക്കി വിട്ട് സൈന്യത്തെ സ്വാധീനിക്കാൻ നോക്കി, ഈ ഭരണത്തെ അട്ടിമറിക്കണമെന്ന് പറയും. ട്രംപ് അവിടെ ചെയ്തത് ഇതേ പരിപാടി തന്നെ, മറ്റേ ക്യാപിറ്റൽ സിറ്റിയിൽ വലിയ കലാപം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു. അപ്പോൾ ഈ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ജയർ ബോൾസനാരോനെ ഇപ്പോഴത്തെ ഭരണസമിതി പിടിച്ച് ജയിലിലിട്ടേക്കുക. അപ്പോൾ അയാളെ സ്വതന്ത്രമാക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നികുതി ചുമത്തും. അങ്ങനെ 50% നികുതി. അങ്ങനെ ഒരു കഥയുണ്ട്. അങ്ങനെയാണ് ബ്രസീലിന് 50% നികുതി വന്നത്, അല്ലാണ്ട് അവരുമായിട്ടുള്ള വ്യാപാര കമ്മിയുടെ പേരിലൊന്നും അല്ല. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ തന്നെ നോക്കൂ, ട്രംപിനെ നമ്മൾ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് വല്ല 10-12% ഒതുങ്ങിപ്പോയേനെ. നമ്മളത് ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഈ പ്രശ്നം മുഴുവൻ. സത്യത്തിൽ ഇങ്ങേർക്കൊരു നോബൽ പ്രൈസ് വെറുതെ അങ്ങെടുത്ത് കൊടുത്താലും കുഴപ്പമില്ലെന്ന് ലോകത്തിന് മൊത്തത്തിൽ ഉടായ്പ പരിപാടിക്ക് നോബൽ സമ്മാനം കൊടുക്കാൻ വകുപ്പില്ല, അല്ലെങ്കിൽ കൊടുക്കായിരുന്നു. അല്ല, സത്യത്തിൽ ലോക സമാധാനം എന്ന് പറയുന്ന ഒരു വളരെ വലിയ കാര്യമാണല്ലോ. അതല്ല, ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറിയതുകൊണ്ട് അതിലോട്ട് തന്നെ തിരിച്ചു വരും. അതായത് നമ്മുടെ ലോകമഹായുദ്ധങ്ങളില്ലേ, അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ ഓരോ ചേരികൾ രൂപപ്പെട്ടു. അങ്ങനെ അതിൽപ്പെട്ട ഒരു രാജ്യത്തെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലൊക്കെ തല്ലുണ്ടാക്കാറില്ലേ? നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനെ മറ്റാരെങ്കിലും തല്ലിയാൽ നമ്മൾ കൂട്ടമായിട്ട് ചെന്ന് ആക്രമിക്കും. ഇതേ പരിപാടിയാണ് ലോകമഹായുദ്ധങ്ങൾ തുടങ്ങി വെക്കാനുള്ള കാരണം. അപ്പോൾ ഇങ്ങനെ പഴയ നമ്മുടെ സോവിയറ്റ് യൂണിയനൊക്കെ അന്ന് വളരെ ഒരുപാട് രാഷ്ട്രങ്ങൾ ചേർന്ന് വലിയൊരു രാഷ്ട്രമായിരുന്നു. അതൊക്കെ ശിഥിലമായി പോയി. ഇപ്പോൾ റഷ്യ ശക്തമാണ്, ഇപ്പോഴും ശക്തമാണ്. എങ്കിലും സോവിയറ്റ് യൂണിയൻ്റെ അത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ സോവിയറ്റ് യൂണിയൻ തകർന്നു പോയ പോലെ അതേ ഒരു അവസ്ഥ അമേരിക്കയ്ക്കും സംഭവിക്കാം. അമേരിക്കയും ഒരുപാട് 50 സ്റ്റേറ്റുകൾ ചേർന്ന ഒരു വലിയ രാഷ്ട്രമാണല്ലോ. അവരും ഈ ട്രംപിനെ പോലുള്ളൊരു പ്രസിഡന്റിനെ ചുമക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെന്ന് ഏതെങ്കിലും സ്റ്റേറ്റുകൾ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതും ചിന്നിത്തെറിപ്പോവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ രൂപീകൃതമായിട്ടുള്ള മറ്റേ റഷ്യ, ഇന്ത്യ, ചൈന സഖ്യം അത് വലിയൊരു ശക്തിയായി വരുമെന്നുള്ള കാര്യം നിസ്സംശയമാണ്. കാരണം ട്രംപിനെ ഉൾക്കൊള്ളാൻ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ പലർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. അമേരിക്കൻസിന് പോലും ഇപ്പോൾ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏകാധിപത്യം എന്ന് പറയുന്നത് നീണാൽ വാഴില്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ പോവുകയുള്ളൂ. ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഇനി അങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.